തീരാത്ത കനിവിൻ്റെ കനലാണു തീക്കനൽ. അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ, തീക്കനൽ, തീക്കനൽ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എങ്ങനെയാണ് നമ്മൾക്ക് ഒരു കാര്യം വേണമെന്ന് ആഗ്രഹിക്കുന്നത്? വ്യക്തിപരമായി എപ്പോഴും ദൈവകൃപയിലായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതായിരിക്കണമെങ്കിൽ എപ്പോഴും പ്രാർത്ഥനയോടെ ഇരിക്കണം. വിശുദ്ധ ലൂക്കോസിന് സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്നുള്ളതിന് അവരോടൊരു ഉപമ പറഞ്ഞത്. 18-ാം അധ്യായം മുഴുവൻ അതാ. ലൂക്കോസിന് സുവിശേഷം 18-ാം അധ്യായം. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിച്ചാൽ ആ കൃപ നിൻ്റെ മേൽ കാണും. പ്രാർത്ഥനയുടെ ലിസ്റ്റുകൾ തന്നെ എഴുതി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ. പലരും ചോദിക്കാറുണ്ട്, ഇങ്ങനെയൊക്കെ എന്തിനായി പ്രാർത്ഥിക്കുന്ന? ഒറ്റയടിക്ക് പ്രാർത്ഥിച്ചാൽ പോരെ? പ്രാർത്ഥിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഒന്ന് പ്രാർത്ഥിച്ചാൽ പോരെ? പ്രാർത്ഥിച്ച് നമ്മളിൽ, ഞാൻ പറഞ്ഞല്ലോ, പ്രത്യേകമായ സാഹചര്യത്തിൽ ദൈവകൃപയ്ക്ക് വേണ്ടി എപ്പോഴും ആഗ്രഹിക്കുന്ന, ദൈവകൃപയുണ്ടെങ്കിലേ ദൈവീയ ആരോഗ്യം ലഭിക്കുകയുള്ളൂ. ദൈവീയ കൃപയും ദൈവീയ ആരോഗ്യവും ഉണ്ടെങ്കിലേ ദൈവ ശുശ്രൂഷ നടത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ ഒരു ഓൺഗോയിങ് പ്രോസസ് സ്റ്റിൽ ഗോയിങ് ടു ഹാപ്പൻ. കീപ് പ്രേയിങ്, കീപ് ബിലീവിങ്, കീപ് എക്സ്പെക്റ്റിംഗ് അൻറ്റിൽ ദി ആൻസർ കംസ്. ആ മറുപടി കിട്ടുന്നത് വരെ, ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയല്ല, മറുപടി കിട്ടുന്നത് വരെ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങൾ, പലരുടെ വിഷയങ്ങൾ, നമ്മുടെ വിഷയമൊന്നുമല്ലല്ലോ, പലരുടെ വിഷയങ്ങൾ, അതിന് കൂടുതൽ നമ്മുടെ വിഷയം, അതിൻ്റെ ഇടയിൽ അങ്ങ് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് സാധിച്ചോളൂ. അതുകൊണ്ട് ആ പ്രാർത്ഥനയുടെ ശക്തി അതാണ്. ദർ ഈസ് നോ മാൻ ഇറ്റ് വുഡ് ഹാവ് ഹാപ്പൻ ബൈ നൗ, ഇറ്റ് സ്റ്റിൽ ഗോയിങ് ടു ഹാപ്പൻ. ഇപ്പം കിട്ടുമെന്നല്ല, നമുക്കത് ഗോയിങ് ടു ബി ഹാപ്പൻ, നമുക്കത് സംഭവിക്കുമെന്നുള്ള വിശ്വാസത്തിൽ നീ ഒരു പ്രാർത്ഥനക്കാരനാണെങ്കിൽ, ഞാൻ ലോകം കണ്ടിട്ടുള്ള അവസ്ഥയിൽ പ്രാർത്ഥനക്കാരെ ആർക്കും തോൽപ്പിക്കാൻ സാധിക്കില്ല. പ്രാർത്ഥനക്കാരെ, ഇനി ഇവൻ്റെ പ്രാർത്ഥന നാടൻ ഭാഷയിൽ ചിലർ പറയുമല്ലോ ഇവൻ്റെ കള്ളപ്രാർത്ഥനയാണ്. ഇനി അങ്ങനെ ആണെങ്കിൽ പോലും ദൈവം അവനെ ഒന്ന് മാനിക്കും. ദൈവത്തോടല്ലേ പ്രാർത്ഥിക്കുന്നത്, ദൈവസന്നിധിയിലല്ലേ പ്രാർത്ഥിക്കുന്നത്. മടുത്തു പോകാതെ നിൻ്റെ പ്രാർത്ഥന ശക്തമായിരിക്കണം. നീ മണിക്കൂറുകൾ, നിൻ്റെ യാത്രകൾ, നിൻ്റെ നടപ്പുകൾ, നിൻ്റെ എല്ലാ ചെയ്തികളും, നീ ചുമ്മാ ചിന്തിച്ചിരിക്കുന്ന സമയം, നീ ആലോചിക്കുന്ന സമയം, ജോലി ചെയ്യാത്ത സമയങ്ങൾ മുഴുവൻ നീ പ്രാർത്ഥനയിലായിരിക്കണം. ആ പ്രാർത്ഥനയിൽ നീ മുറ്റിരുന്നാൽ ആ ശക്തിയിൽ നിനക്ക് മുന്നേറാൻ സാധിക്കും. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരും മടുത്തു പോകാതെ പ്രാർത്ഥിക്കാനുള്ള ശക്തി നിന്റെ മക്കൾക്ക് നൽകണമേ. എല്ലാ കാര്യങ്ങളുടെ മേലും ദൈവത്തിൻ്റെ ശക്തി നിന്റെ മക്കൾക്ക് വ്യാപരിക്കുവാൻ, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ, ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഞങ്ങൾ അറിഞ്ഞിട്ടില്ലാത്തവർക്ക് വേണ്ടി, അറിയാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ശക്തി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ, MP-മാർ, MLA-മാർ, ബഹുമാനമുള്ള കോടതികൾ, വക്കീലുമാർ, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നഴ്സസ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് ഡ്രൈവേഴ്സ്, വഴിയോര കച്ചവടക്കാർ, സ്കൂളുകൾ, കോളേജുകൾ, ഓർഫനേജുകൾ, ജയിലുകളിൽ കഴിയുന്നവർ, എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബെഡിഡനായിട്ടുള്ളവർ, വിശ്രമജീവിതം നയിക്കുന്നവർ, വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ, ഫോട്ടോഗ്രാഫേഴ്സ്, മാധ്യമ സുഹൃത്തുക്കൾ, ലോകമെമ്പാടും സുവിശേഷം പ്രഘോഷിക്കുന്നവർ, അധ്യാപകർ, പ്രഥമാധ്യാപകർ, എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയോടെ കാര്യങ്ങൾ ചെയ്യുവാൻ, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണമേ. പ്രാർത്ഥിക്കുവാനുള്ള തടസ്സങ്ങൾ വരുത്തുന്ന പൈശാചിക ബന്ധനക്കെട്ടുകളെ മാറ്റിവെച്ച് പ്രാർത്ഥന ഒരു അഡിക്ഷനായി മാറുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമീൻ. ഗോഡ് ബ്ലെസ് യു.